അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോളെ, എടി, സൗദിയെ ഉമ്മ വിളിക്കുന്നു. ആ, എന്തോ ഉമ്മ? മോളെ, നമ്മളെ വീടിന് കുറഞ്ഞ അറ്റകുറ്റപ്പണികളൊക്കെ ഇനി ബാക്കിയുള്ളൂ. പിന്നെ ഏതായാലും ഞമ്മക്ക് അതാണ് പൂർത്തിയാക്കാണ്ട് അങ്ങോട്ട് കുടിയിരുന്ന് കയറാം. ഞമ്മളിപ്പോൾ ഈ ചെറിയ കുടിയിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഉമ്മ കുറച്ചുകൂടി പണി കഴിയാറില്ലേ? ഇനി മുറ്റത്തിൻ്റെ പണിയിലുള്ളൂ. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യണം, അതിൽ ചെടികളൊക്കെ വെക്കണം എന്നൊക്കെ എന്തൊക്കെയായിരുന്നു പ്ലാനിങ്. നവാസ് എന്തൊക്കെയായിരുന്നു ചെലച്ചീൻ്റെത്? എവിടെ ഇപ്പോൾ ഓൻ്റെ നാവിറങ്ങിപ്പോയോ? ഉമ്മ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നവാസ്കാക്ക് ഇപ്പോൾ ഫസീലത്തുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയൊന്നും വേണ്ടി വരില്ല. ആ, ഉള്ള പൈസ കൊണ്ട് എടുക്ക്. ബാക്കിയുള്ളത് അവളുടെ അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്തു. ഉമ്മ, മുറ്റം പണിക്ക് ചുരുങ്ങിയതൊരു 4-5 ലക്ഷമെങ്കിലും വേണ്ടി വരും. കാരണം വലിയ പെരല്ലേ, മുന്നിൽ തന്നെ അത് ഉണ്ടാവുമെന്ന് തന്നെ ആവും. ഇനി സൈഡിക്കൊക്കെ ഉണ്ട് ബേബി മെറ്റീരിയൽ അതൊക്കെ ഇട്ട് ഒപ്പിച്ചാലും മുന്നിക്കൊന്ന്. കാരണം ഇത്രയും വലിയൊരു ബമ്മാട് കയറ്റിയിട്ട് അതിക്കിപ്പോൾ ഒരു മിറ്റ ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല എന്നാൽ ആൾക്കാർ പറയില്ലൊന്നുമില്ലെങ്കിലും അല്ലെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞിക്കതിയാൻ്റെ പെര നല്ലൊരു പെര ഇക്കണ്. കാരണം എത്രയും ഒരു ചെറ്റക്കുടിൽ കഴിഞ്ഞോ തന്നെ എല്ലാവരും വിചാരം എന്താ, ഞാൻ കാലാകാലം ആ ഒരു ചെറ്റക്കുടിൽ കഴിയണമെന്നോ? മതി, ഞമ്മക്ക് വേഗം കയറാൻ നോക്കാം. എല്ലാവരും വിളിച്ചണം കുടിരിക്കലിന്. അതിൻ്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ? ഉമ്മ, പൈസയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ കയ്യേ കയ്യ അപ്പോൾ എൻ്റെ മാപ്പിളിനോട് അയച്ചു തരാൻ പറയണ്ടി. ആ, ഇജു എൻ്റെ കുട്ടിക്കും ഇവിടെ ചിലവിന് തരാനുള്ളതാണ് ഓന്. അതെങ്ങാനും നിന്നിട്ടുണ്ടെങ്കിലേ കുഞ്ഞിക്കജാൻ്റെ സ്വഭാവമാണ് മാറും. പറഞ്ഞു കൊടുത്താണ്ട് ഒന്ന്. അവൾ നിശബ്ദമായി നിന്നു. എന്നാൽ നേരെ അതാ. അതെ, കുറച്ച് പൈസ കൊണ്ട് എടുത്തു ഇജേ. പൈസ കുറച്ച് സത്താറിൻ്റെ അക്കൗണ്ട് കിട്ടെടുത്താ. ഉമ്മ, അത് ഒരു പേടിയും പേടിച്ചണ്ട. അപ്പോൾ തന്നെ ഉമ്മ സത്താറിനെ വിളിക്കുന്നു. സത്താറേ, മിറ്റമ്മണിക്ക് കുറച്ച് ഇജ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. പൈസ അങ്ങോട്ട് ഇട്ട് തരാം. ഇജ് കുറച്ച് പണിക്കാരെ ഒപ്പിച്ചു കൊണ്ടാ അതുപോലെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തണം. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണട്ടിജ്. എന്തോ ഉമ്മങ്ങൾ അങ്ങനെയൊക്കെ പറയണത്? ഉമ്മ എന്താ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒക്കെ നോക്കി നടത്തേണ്ടത് ഞാൻ തന്നെ അല്ലേ? ഞാൻ ഇപ്പോൾ അവിടുത്തെ മരുമകനെ പോലല്ലമ്മ. ആ, അതൊക്കെ ശരി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇജ് 2-3 പണിക്കാരുണ്ട് കൊടുന്ന് നോക്കിച്ച് ട്ടാ എങ്ങനെയൊക്കെ ഏതൊക്കെയാന്നുള്ളത്. ഇനി ഇവിടെ വെക്കാൻ പറ്റും. ഇനി കുടിരിക്കണം. ഏതായാലും കിട്ടണിടത്തോളം മരുവൻ്റെ നിന്ന് കിട്ടിയിരിക്കണം. ഇനി ഇങ്ങോട്ട് പോരണം. അതന്നെ നല്ലത്. അങ്ങനെ അത് സത്താറ് കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നു അവൻ്റെ ആ കാറുമായി. ആ ഉമ്മ, അതെ, അവനവിടെ നല്ല സ്ഥാനമാണ് അവർ നൽകുന്നത്. വാ മോനെ, കയറിയിരിക്കേ. അല്ലുമ്മ, എന്താണ് ഇപ്പോൾ ചെയ്യാനുള്ളത്? അവിടെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യേ? മോനെ, ഇൻ്റർലോക്ക് മൊത്തത്തിൽ ചെയ്യാനായിരുന്നു എനിക്ക് പൂതി. അതിനിപ്പോൾ ഈ പറഞ്ഞിടത്ത് പൈസ ഇല്ല തോന്നുന്നുണ്ട്. ആ, എന്തായാലും നോക്കിച്ച ഒന്ന് പണിക്കാരെന്നെ പോല് വന്നിട്ടുണ്ടുമ്മ. ആ, എന്നാൽ നോക്കാം. എന്നാൽ കതിയുമ്പോൾ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. ഈ ഭാഗം ഇങ്ങോട്ട് മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്യണം. അതാ നല്ല വീതിയുള്ളൊരു സൈസ് കട്ടുണ്ടല്ലോ, ചെറുത് മാണ്ട, നല്ല വീതിയും വലുപ്പമുള്ളൊരു സൈസ് കട്ടുണ്ടല്ലോ കരിങ്കല്ലിൻ്റെ പോലത്തെ. ആ, അതിൻ്റെ ഇടയിൽ കൂടെ പുല്ല് കൊടുക്കണേ. അതിലൊരു ഭാഗത്ത് പുല്ലിപ്പോൾ ഒരു വേറെ ഡിസൈനിൽ കൊടുക്കണ്ട. കുറേ ഇടയിൽ നിറച്ച് പുല്ലേക്കൊണ്ട് ഇറത്ത് ആ ഭാഗത്ത് മുഴുവൻ ആ സൈസ്. മറ്റോടത്ത് വലിയ കള്ളിയും പിന്നെ ഈ ഒരു പുല്ലും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വേറൊരു കളറ് കൊടുക്കണം. അതായത് വണ്ടി ഇങ്ങനെ കയറിപ്പോകാനുള്ള റോഡ് പോലെ അങ്ങ് നിൽക്കണം. അതൊരു ചുവപ്പ് കളറിൽ. ആ, മനസ്സിലായി നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ഒരു മോഡൽ പറ്റുമോ? അവർ അവരുടെ ഫോണെടുത്ത് ഒരുപാട് മോഡൽസ് കാണിച്ചു കൊടുത്തു. ആ, ഇത് തിരക്കേടില്ല അല്ലേ? അതല്ലേ ഞങ്ങളുടെ വലിയ പേരും കൂടി ഒക്കെ ആകുമ്പോഴേ മിറ്റം മോശമാക്കാൻ പറ്റൂലല്ലോ. ആ, അതുകൊണ്ട് തന്നെ നല്ല മട്ടത്തിൽ ആണ് ചെയ്യണം. നോക്കട്ടെ ഇത്. അല്ല, ഇതിനിപ്പോൾ 8 വരെ വരുമോ? ഇതിപ്പോൾ നിങ്ങളുടെ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ്. നിങ്ങളുടെ മുറ്റം അത്യാവശ്യം വിശാലമാണെങ്കിൽ അതിനനുസരിച്ച് വരും. അതല്ല ചെറുതാണെങ്കിൽ എന്നാൽ വരികക്കള ഒന്ന് കണ്ടു വെക്കുക. അങ്ങനെ അതാ സത്താറ് അവരെയും കൂട്ടി അപ്പുറത്തുള്ള വീട്ടിലേക്ക് പോകുന്നു. ആ, ഇത് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുമല്ലോ. ഇത് നോക്കട്ടെ, നിങ്ങൾ ഏത് ടൈപ്സിലുള്ളതാണ്? ഓരോ ടൈപ്സിനും ഓരോ റേറ്റാണ്. പിന്നെ നിങ്ങളുടെ ഉമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും കേട്ടോ. കാരണം ഒരു ഭാഗത്ത് തന്നെ പതിക്കാൻ ഒരു ശരിക്കൊരു 5 ലാക്ക് ഒരു ഭാഗത്ത് തന്നെ വരും. പിന്നെ അത് പറഞ്ഞ മോഡലൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം 5, 8, 10 എന്നുള്ള രീതിയിലൊക്കെ വരും. അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ. ഒരു ഭാഗം ചെയ്യാൻ തന്നെ ഏകദേശം അത്ര വരും.
ശരിക്കും സത്താറ് അത്രയൊക്കെ പണഞ്ഞിപ്പുണ്ടോ ഇവരെടുത്ത്? അല്ലുമ്മ, എന്താ വേണ്ടത്? ഇവിടെ തന്നെ 8-9 പേരെന്നാ പറഞ്ഞത്. ആണോ? ആയിക്കോട്ടെ മോനെ, മുന്നാണ്ട് നല്ലോണം ക്ലിയർ ആയിക്കോട്ടെ, ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മനുഷ്യന്മാർ കാണുന്നിടത്തെ കുഞ്ഞിക്കതി ആ ചെറിയ ചെറ്റക്കുടിൽ നിന്ന് വലിയ കൊട്ടാരത്തേക്ക് മാറി എന്നൊരു ചിന്ത എല്ലാവർക്കും വരണം. അതുകൊണ്ടാണ്. മുൻഭാഗം കണ്ട് കറക്റ്റ് ചെയ്യാൻ പറയും. 9 കൊടുത്താളാ. ആ, നേരെ അത് സൗദിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോളെ സൗദ, അതെ ഓൻറ്റിക്ക് ആ പൈസ ഇട്ട് കൊടുത്താലട്ടാ. ഉമ്മ, ഞാൻ 5 ഇട്ട് കൊടുത്തല്ലോ. 5 അല്ല, 4 കൂടെ ഇട്ട് കൊടുക്ക്. ഉമ്മ, ഇനിയിപ്പോൾ എൻ്റെ പ്രസവത്തിൻ്റെ കാര്യത്തിനാ? അതിനൊന്നും വെച്ച് കരുതണ്ട. എനിക്ക് ജയിന് മുമ്പ് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ എൻ്റെ അടുത്തുണ്ട്. ഒന്നും ആയിട്ടില്ല, അവിടെ ഉണ്ട്. പിന്നെ ചിലവിനുള്ളത് ഓനങ്ങനെ ഇട്ട് തരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, ഒരു കടൻ്റെ മുഴുവൻ ഇത് അൻ്റെക്ക് കയറുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതെന്തായി എന്നുകൊണ്ട് കുറഞ്ഞിക്കണോ? ഉമ്മ, അത് എന്താടി എനിക്കെന്താ തൊള്ള തുറന്നൊന്ന് പറഞ്ഞൂടെ അവനോട്? എനിക്ക് ചിലവിനുള്ളത് മാണെന്ന് കിട്ടുന്നുണ്ട് ഉമ്മ. എന്നാൽ പഴയ പോലെ ഫുൾ എമൗണ്ട് അവളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി. മെസ്സേജ് വരുമ്പോഴെല്ലാം അവൾ നോക്കും. അപ്പോൾ വരുന്നുണ്ട്. എന്തായാലും അതെങ്ങാനും പിൻവലിച്ച് കഴിഞ്ഞാലേ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നവാസ്കാക്ക് ഫസീലത്തെ കിട്ടിയപ്പോൾ എന്നെ വേണ്ട. ഒരു പെണ്ണുണ്ടല്ലോ, അത് മതിയല്ലോ. അന്ന് മക്കളെ നോക്കാൻ ഞാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ എൻ്റെ ആവശ്യമില്ല. ആയിക്കോട്ടെ, എനിക്കും കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ജീവിക്കട്ടെ. സത്താറിൻ്റെ അക്കൗണ്ടിലേക്ക് ബാക്കി ക്യാഷ് കൂടി അതാ അവൾ വിട്ടുകൊടുത്തു. മോനെ സത്താറേ, ഇവിടെ വാ. സത്താറിനെ വീട്ടിലേക്ക് ഇരുത്തി ഉമ്മ ചായ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നല്ല മട്ടത്തിൽ പണിയൊക്കെ എടുപ്പിച്ചോ, പെട്ടെന്ന് അങ്ങോട്ട് കയറണം. പിന്നെ ഇവളെ പ്രസവം കാര്യമാണ് കഴിഞ്ഞാലേ അന്നെ കൊണ്ട് ഞാൻ കെട്ടിച്ച് തരും. ഇതൊന്നും വിഷമിക്കണ്ട. ഞങ്ങൾക്കൊപ്പം ഒരാളുണ്ടായാൽ മതി. ഇങ്ങനത്തെ ഉപകാരമുള്ള ആൾക്കാരെ മാണ്ടിയത്, അല്ലാതെ അവിടെയും ഇവിടെയും നിൽക്കുന്ന ആൾക്കാരല്ല. ആണുങ്ങളായാലേ ഇങ്ങനെ ഉപകാരം വേണം. മോനെ സത്താറെ, ഇവിടെ വാ. ഉമ്മ സ്നേഹത്തോടെ അവനെ വിളിക്കുന്നു, ഓരോന്ന് പറയുന്നു. അവനാണെങ്കിൽ നല്ല കോളും. എന്നാൽ സത്താറ് അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യ വാതിൽ തുറന്നു കൊടുത്തില്ല. ഡീ ഡീ വാതിൽ തുറക്ക്. സത്താർ അങ്ങോട്ട് കടന്നു വന്നു. എന്താണ് എനിക്ക് വാതിൽ തുറക്കാൻ ഒരു മടി? ഞാനെല്ലാം അറിഞ്ഞു. നിങ്ങൾ പിന്നെയും ആ സൗദൻ്റെ വീട്ടിലേക്ക് പോകണുണ്ടല്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ പോകരുതെന്നുള്ളത്? പിന്നെ നിന്നെ പേടിച്ചിട്ടുള്ളോ ഞാൻ ഇവിടെ ജീവിക്കണത്? എന്താടി നിനക്ക്? ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അതെ, സൗദൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്ന വെറുതെ ഒന്നല്ല. ഓലെനിക്ക് ക്യാഷ് തരുന്നുണ്ട്. വെറുതെ പോകുന്നല്ല. ഓരോ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കണേ. ഇനി ഭർത്താവുണ്ടോ? മോൾക്കാണെങ്കിൽ ഇപ്പോൾ മരുമകനായിട്ട് തെറ്റുവാണ് അവർ. വെറുതെ അല്ല, നിങ്ങൾ കാര്യം കാണാതെ അങ്ങോട്ട് കയറി ചെല്ലൂല. നിങ്ങളെ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് അടങ്ങി നിന്നൂടെ? എടീ, ഇത് വല്ലാതെ ഇളക്കല്ലേ കേട്ടോ. അനക്കും എൻ്റെ മക്കൾക്കും ഇവിടെ എന്താ ഒരു കുറവ്? തിന്നാൻ കുറവുണ്ടോ? എന്നാലും ഞാൻ വിചാരിച്ചു അതൊക്കെ നിന്നൂന്ന്. ആദ്യം ഇടയ്ക്കിടയ്ക്കൊരു പോക്കായിരുന്നു നിങ്ങൾക്ക് ഓളെടുത്തേക്ക്. ഇപ്പോൾ ആ തള്ളനെയും കൂട്ടി പിടിച്ചിക്കണില്ലേ നിങ്ങൾ? വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടണ്ട. സത്താർ കാര്യലാഭമില്ലാതെ ഒന്നിനും നടക്കാറില്ല. കാര്യലാഭം എനിക്ക് മനസ്സിലായി. തള്ളി മോളും കണക്ക് തന്നെയാണ്. എനിക്ക് നിങ്ങളെ അറിയായിട്ടല്ല, നിങ്ങളെ ശരീരത്തിനും. ഇടീ, എന്താ ഈ പറഞ്ഞത്? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചെന്നെ പല്യം കൊഴിക്കും. നോക്കിക്കോ. ശക്തമായി അതാ അവളുടെ നേരെ കയ്യൊയും കൊണ്ട് സത്താറ്. ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, അല്ലെങ്കിൽ എടുക്കാളെടുത്ത് പോയിക്കോ. എൻ്റെ മക്കളെയും കൊണ്ട് എവിടെക്കാന്ന് വെച്ചാൽ. നിൽക്കുകയാണെങ്കിലേ മാനമര്യാദ നല്ല മട്ടത്തിൽ നിൽക്കണം. എതിര് പറയാനും പ്രവർത്തിക്കാനും നിന്നാലുണ്ടല്ലോ സത്താറിനെ ശരിക്കും അറിയില്ല. അറിയാം, ഒക്കെ അറിയാം. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരാൾ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചേനു ആ മറ്റുള്ള വീട്ടിലേക്ക് നിങ്ങൾ പോവില്ല. ഇപ്പം പിന്നെയും തുടങ്ങിയില്ലേ? ഒക്കെ തള്ളൻ്റെ പണിയായിരിക്കും അല്ലേ? എടീ തള്ള, അത് ഉമ്മാൻ്റെ പ്രായമുണ്ട്. ഇതിനെ തള്ള വിളിക്കാൻ നിൽക്കണ്ട. തള്ളക്ക് പറഞ്ഞൂടെ? ഒന്നുമില്ലെങ്കിൽ എന്താ ഓളെ കെട്ടിച്ച് ഒഴിവാക്കിയോ? ഓളെ സ്വഭാവം കണ്ടെന്നെ തള്ള എന്താ സാധനമെന്നോ? നല്ലൊരു തറവാട്ടിക്ക് കെട്ടിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തായി? ഓളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഓളിവിടെ സുരക്ഷിതാണ്. ഓളിഞ്ഞിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഞാൻ ഉള്ളിടത്തോളം കാലം ഓള് കഷ്ടപ്പെടൂല.
എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാണ്ട്. കുറേയൊക്കെ നിങ്ങൾ എന്നാലും ഇപ്പോൾ എത്തിയപ്പോൾ രാത്രിയായി തുടങ്ങി വരവും ഇതൊക്കെ. ഞങ്ങളുടെ കൊന്നൂടെ നിങ്ങൾക്ക്. എടീ വേണ്ടാത്തതിന് നിൽക്കണ്ട. പിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലേ അയ്യോ എൻ്റെ കുട്ടികളും തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. തിന്നാൻ ഇവിടെ ഞാൻ കൊടുന്നിട്ട് തരും, അത് തിന്നോണ്ടി. അല്ലാതെ ഇങ്ങോട്ട് ചോദ്യം വേണ്ട. പാവം ആ പെണ്ണ് കരയുകയായിരുന്നു. സത്താറിൻ്റെ സ്വഭാവത്തിൽ വളരെയധികം വിഷമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയപടി ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് വരും. സത്യം പറഞ്ഞാൽ ഓൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തു. എന്നാൽ കുഞ്ഞിക്കതിയുടെ മുമ്പിലും സൗദിയുടെ മുമ്പിലും സത്താർ വളരെയധികം നല്ലവനാണ്. നല്ല കാര്യം ചെയ്യുന്നവന് മാത്രമാണ്. എങ്ങനെയെങ്കിലും സൗദ അവളെൻ്റെ സ്വപ്നമായിരുന്നു. അവൾ സ്വന്തമാക്കാൻ ഒരുപാട് കാലം ഞാൻ കൊതിച്ചതാണ്. ഇപ്പം ഏതായാലും മൂപ്പര് തെറ്റി നിന്നപ്പോഴേ എൻ്റെ പാട്ടിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ അതാ അവളുടെ മുമ്പിൽ വെച്ച് വിളിക്കുന്നു. ഹലോ, ആ എന്തോ ഉമ്മാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. ആ കേട്ടോടി, എന്നെ സ്നേഹിക്കണോലാണ്. ഇവിടെ വരുമ്പോൾ ഈ എന്നെ അങ്ങോട്ട് ചീത്ത പറയും. പിന്നെ എങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുമോ? ഇല്ല, നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. ആ നിങ്ങൾക്ക് വേറെ പല കമ്പനികളല്ലേ, അപ്പോൾ എന്നോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവൾ സങ്കടപ്പെട്ടു. മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. കുറേ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് വലിയ കാര്യം. അതേ, സത്താറിന് ചില ഇഷ്ടങ്ങളുണ്ട്. അതിന് ആരൊക്കെ തന്നെ എതിര് പ്രവർത്തിക്കുകയാണെങ്കിലും ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ നിന്നോട് ആദ്യത് പറഞ്ഞാണല്ലോ. അതെ, ഞാൻ നിൻ്റെ കൂട്ടത്തേക്ക് ഒരാളെ കൂടി കൂട്ടിക്കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നീ അന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞത്? പക്ഷേ എന്നാൽ വൈകിയാണെങ്കിലും എനിക്ക് അവളെ കിട്ടണം, അതെൻ്റെ ആഗ്രഹമാണ്. നാണല്ലല്ലോ നിങ്ങൾക്ക് ഗർഭിണിയായ പെണ്ണുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടക്കാൻ? മറ്റൊരു തന്നെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് നടക്കുന്ന ആ പെണ്ണിനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരും കിട്ടിയില്ലേ? ചതി. ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ ഭർത്താവിനെ? ഓളെ ചതിക്കാൻ പാടുണ്ടോ? ഓ നല്ലവളായിരുന്നു, എന്തൊക്കെയായിരുന്നു, ഇപ്പം എന്തായി? ആ തള്ളായിരിക്കും എല്ലാത്തിൻ്റെയും കാരണക്കാരി. ആ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ആ താത്ത വന്നിരുന്നു ഇവിടെ, ഓല അയൽവാസി താത്ത എല്ലാം പറഞ്ഞു. സത്താർ ഏത് നേരവും ഓല വീട്ടിൻ്റെ കോലയിലാണ്, ഓല വീടിൻ്റെ അകത്താണ്, അവിടെ നിന്ന് ചായ കുടിക്കലാണ്, ഓല വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കലാണ്, ഓല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകലാണ്. ഒക്കെ ഞാൻ അറിഞ്ഞിക്കണ്. അറിയായിട്ടൊന്നല്ല. അതിനെന്താടി? അതിനെന്താ? അതേ, ആ പെണ്ണിനൊരു ഭർത്താവുണ്ട്. ചതിക്കാൻ പാടില്ലെന്ന് പറയണം, മനസ്സിലായല്ലോ? ചതിച്ചു കഴിഞ്ഞാലേ തിരിച്ചു കിട്ടും. എന്തോരം നല്ല മട്ടത്തിലായിരുന്നു ഓളെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. ഓന് എല്ലാവരും പറഞ്ഞല്ലോ നല്ല സുഖമാണ്, പുത്തൻ വീട് തറവാട്ടിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളെ കൂടെ നടക്കുകയല്ലേ? അല്ല, നിങ്ങൾ ഓലെ കൂടെ നടക്കുകയെന്ന് പറഞ്ഞാൽ മതി. എന്തപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഉപ്പ അതറിഞ്ഞാൽ നിങ്ങളൊക്കെ ചവിട്ടി കൊല്ലലായിരിക്കും. നോക്കിക്കോളി. എന്നെ വല്ലാതെ നീ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്തിനാണ്? ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകും. എങ്ങോട്ട്? ഓളെടുത്തേക്ക് തന്നെ, സൗദൻ്റെ അടുത്തേക്ക് ഞാൻ പോകും. എനിക്കുള്ള ഇഷ്ടമാണ്. അതും കൂടി കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. അതെ, അയാളോട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യമേ അങ്ങനെ, ഇപ്പോഴും അങ്ങനെ. പഠിച്ചോൻ എന്തിനാ റബ്ബേ എന്നെ മക്കളെ ഇങ്ങനെ ഇടങ്ങാറാക്കണത്? സത്താറിൻ്റെ ഭാര്യ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഈ സമയം നവാസ്, ജീവിതം തന്നെ മടുത്ത നവാസ്, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നവാസ് എത്രയൊക്കെ തന്നെയാലും സൗദ, ഞാൻ നിന്നെ, ശരിയാണ്, നീ എന്നെ ധിക്കരിച്ച് പോയതിനു ശേഷം ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായിരുന്നു. എന്നെ എല്ലാവരും ധിക്കരിച്ച് പോവാണ്. എന്നെ എല്ലാവരും. നവാസിനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. സൗദ, നീയും എന്നെ ചതിച്ചില്ലേ? ഞാൻ വിചാരിച്ചിരുന്നു നീ എന്നെ ചതിക്കില്ലാന്ന്. പക്ഷേ നീയും എന്നെ ചതിച്ചു. എന്തിനാടി? എന്തിനായിരുന്നത്? അതെ, നീ നന്നാവണമെന്ന് കരുതിയിട്ട് മാത്രമായിരുന്നു ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാതിരുന്നത്. ഞാൻ ഇറങ്ങുമ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ നവാസിനെ കാക്കണ്ടെന്ന്. പക്ഷേ നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടക്കാരാണ്. ഒരു ഭർത്താവ് എന്നുള്ള പരിഗണന എനിക്ക് ലഭിച്ചില്ല. സൗദ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീയും എന്തിനാ സൗദ
എനിക്ക് എന്തിൻ്റെ കുറവാണ് ഞാൻ വരുത്തിയത്? ഞാൻ പറഞ്ഞൊരു വാക്ക് പോലും കേൾക്കാൻ നീ തയ്യാറാകാതെ ഇറങ്ങിപ്പോയി. എന്നിട്ടിപ്പോൾ മനസ്സിനുള്ള ഇതായിരുന്നു അല്ലേ സത്താർ എന്ന് പേരുള്ള അയാൾ? അതിന് വേണ്ടിയിട്ടായിരുന്നോ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിച്ചത്? നിനക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ എന്തെല്ലാം ചെയ്തു തന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പണം അല്ല, അതിനേക്കാളേറെ അനാവശ്യമായിട്ട് തന്നെ പണം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നു. നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. നിങ്ങളുടെ ഉമ്മാക്ക് അയച്ചു കൊടുത്തു. വലിയ വീട് പണിതു, സ്ഥലം വാങ്ങി വീട് പണിതു, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാന ഘട്ടം ആയപ്പോഴേക്കും എന്നെ നീ അങ്ങ് ഒഴിവാക്കി അല്ലേ സൗദ? ഞാൻ പറഞ്ഞതുപോലും കേൾക്കാതെ നീ അങ്ങ് ധിക്കരിച്ച് പോയി അല്ലേ സൗദ? എൻ്റെ നെഞ്ച് വല്ലാതെ നീറുന്നുണ്ട് സൗദ. എൻ്റെ ഭാര്യ ഫസീലക്കും ഇതേ അവസ്ഥ വന്നതാണ്. അവളെന്നെ ഉപേക്ഷിച്ച് പോയതായിരുന്നു, എന്നെ മക്കളെയും. പക്ഷേ ലാസ്റ്റ് അവൾക്ക് വന്ന ഗതി കണ്ടില്ലേ? എൻ്റെ ഉമ്മ പാവം, എൻ്റെ ഉമ്മ അവളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നെന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉമ്മാക്ക് നിന്നെ വെറുക്കാൻ കഴിയൂല സൗദ. നിങ്ങളങ്ങനെയൊക്കെ ചെയ്തോളി, കുഴപ്പമില്ല. എന്നാലും ഇത്രയധികം വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല സൗദ. ശരിക്കും അന്ന് നവാസ് വീട്ടിലേക്ക് തന്നെ പോയില്ല. അന്ന് ഫസീലയുടെ അടുത്തേക്കും പോയില്ല, ഉമ്മയുടെ അടുത്തേക്കും പോയില്ല. നവാസ് ഒറ്റപ്പെട്ട് അവിടെ ഒരു കടൽ തീരത്ത് പോയിരിക്കുകയായിരുന്നു. എന്നാൽ എത്രയായിട്ടും നവാസിനെ കാണുന്നില്ല. ഫസീലാക്ക് ടെൻഷനായി. മക്കൾ ഉപ്പച്ചിയെ ചോദിക്കുന്നു, ഉപ്പച്ചി എവിടെ? മക്കളെ അറിയില്ല. എന്നാൽ ഫസീല വിചാരിച്ചു, ഇനി സൗദിയുടെ അടുത്തേക്ക് എങ്ങാനും പോയതായിരിക്കോ? ആയിക്കോട്ടെ, സാരല്ല, സൗദിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ. കാരണം സൗദ ഗർഭിണിയാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുക്കുകയാണ് അവൾ. അതുകൊണ്ട് നവാസ്ക പോകണേൽ എനിക്കൊരു കുഴപ്പമില്ല, പോയിക്കോട്ടെ. മക്കളെ, ഉമ്മ ഇവിടെ നോക്കിയിരുന്നോളാം. മക്കൾ ഉറങ്ങി. പിന്നെ നവാസ്ക, അല്ല, നിങ്ങൾ ഒപ്പിച്ച് പോയിട്ടുണ്ടാവും. അത് സൗദളമ്മൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ അല്ലേ? നമുക്ക് ഇപ്പോഴത്തൊരു കുഞ്ഞാവ ഉണ്ടാവുമല്ലോ, നമുക്ക് കുഞ്ഞാവെ നോക്കണം കേട്ടോ. എന്നാലും ഇക്കാക്ക് പറഞ്ഞു പോയിക്കൂടെ? അവൾ ഫോണെടുത്ത് വിളിച്ചു നോക്കി, നവാസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റബ്ബേ, ഇതെന്താ? അവൾക്കാകെ ടെൻഷനായി. സമയം 10 മണി കഴിഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും വരുന്നതാണല്ലോ. ഉമ്മ ചോദിച്ചു, മോളെ ഇപ്പോഴും എത്തിയില്ലല്ലോ മോനെ? അറിയില്ല ഉമ്മ. ഉപ്പയും ചോദിച്ചു, ഉപ്പ നിങ്ങൾ കിടന്നോളി, ഇക്ക വന്നോളും. ഇനിയിപ്പോൾ സൗദിയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടോ അറിയില്ല, പ്രസവമൊക്കെ അടുത്തതല്ലേ. ആ ആയിക്കോട്ടെ മോളെ, അത് നല്ല കാര്യം തന്നെ അല്ലേ. ഈ സമയത്തൊക്കെ ഓനല്ലെങ്കിലും ഓളൊപ്പം കുറച്ച് കഴിയേണ്ടി തന്നെയല്ലേ. ഈ അവസാനമൊക്കെ ആകുമ്പോഴേ ആണുങ്ങളൊപ്പം നിൽക്കണ ഏറ്റവും നല്ലത് തന്നെയാണ്. എന്നാൽ ഫസീലൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. നവാസ്ക പോയിക്കോട്ടെ, അത് സൗദിയുടെ കൂടെ കഴിഞ്ഞോട്ടെ, എനിക്കൊരു വിരോധമില്ല. അല്ലെങ്കിലും എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ചെയ്തു പോയതിന് ശേഷം നവാസ്ക ഒരുപാട് കഴിഞ്ഞതിന് ശേഷമല്ലേ അങ്ങനെ ഒരു തീരുമാനം എല്ലാവരുടെയും സമ്മതത്തോടും എല്ലാവരുടെയും നിർബന്ധത്തിനും വഴങ്ങിയെടുക്കേണ്ടി വന്നത്. എന്തായാലും സൗദിയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ, തൽക്കാലം ആരും വിളിക്കൊന്നും വേണ്ട. എന്നാൽ നവാസ് സൗദിയുടെ അടുത്തേക്കല്ലായിരുന്നു പോയിരുന്നത്. അവൻ ഒറ്റപ്പെട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ ബീച്ചിലേക്ക് പോയി തൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഷമ്മാസിനെയോ ഉമ്മയോടോ ആരോടൊന്നും പറയാതെ അവൻ ആ ഇരുട്ടിൽ ആ തിരമാലകളെ നോക്കിക്കൊണ്ടിരുന്നു. അതെ റബ്ബേ, എന്തിനാ റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം എനിക്ക് സങ്കടങ്ങൾ തരുന്നത്? പഠിച്ചോനെ, എനിക്ക് കഴിയില്ലല്ല ഇനിയും. എന്നാലും സൗദനോട് ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൾ എന്നെങ്കിലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം മറ്റൊരുത്തിൻ്റെ കൂടെയാണത്രേ നടപ്പൊക്കെ. ഓരോരുത്തരാണെങ്കിൽ ഓരോ ഫോട്ടോ അയച്ചു തരാനും കഴിയൂല. ഇവിടം വിട്ട് പോകന്നെ. എന്തായാലും വേണ്ടില്ല, അവരെല്ലാവരും ഉംറക്ക് പോയിക്കോട്ടെ. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇനിയിപ്പോൾ പോയിക്കോട്ടെ. ഞാൻ ഇൻഷാ അല്ലാ അവിടെ നിന്ന് പോയിക്കോളും. ഏതായാലും എനിക്കേതായാലും സമാധാനമില്ല. എൻ്റെ മക്കളെ നോക്കാൻ പോലെ ഉമ്മ ഉണ്ടല്ലോ. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ ഐഷുമ്മ. മോനെ ഷാമോനെ, ഇന്ന് നവാസിനെയോ വൈക്കൊന്നും കണ്ടില്ലടാ.
ഉമ്മ അത് എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത്താൻ്റെയും മക്കളൊപ്പം അല്ലേ, അപ്പം പിന്നെ വലിയ ഫ്രീ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. എന്താ ഏതാ ഒരു സമാധാനമില്ല. സൗദൻ്റെ ഡേറ്റ് എന്നാ കാര്യം എന്നാ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ. പഠിച്ചോനെ വല്ലാത്തൊരു പുതുമ. ഇനിയിപ്പോൾ ആശുപത്രിക്ക് പോവുകയാണെങ്കിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ പോകാൻ ഞാൻ പറ്റൂലല്ലോ നമുക്ക്. പോകേണ്ടി വരും. പ്രസവത്തിൻ്റെ ചിലവും കാര്യങ്ങളും അതൊക്കെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും അല്ല കയ്യിൽ തന്നെ. അല്ലാതെ ഇപ്പോൾ ഓലക്കൊണ്ട് എടുപ്പിച്ചാൻ പറ്റൂലല്ലോ. എന്തായാലും എന്താ ഏതാവോ മോനെ ഷാമോനെ, എന്തായാലും വീട്ടിലേക്ക് ചെന്നില്ലെങ്കിലും ഇനി പ്രസവത്തിന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഇനി ഞാൻ കൊണ്ടാക്കി തന്നാടി ഉമ്മ. ഇനി ഉമ്മ അങ്ങോട്ട് പോകണോ? എൻ്റെ പൊന്നാര കുട്ടിയെ നമുക്ക് പോകാഞ്ഞാൽ പറ്റുമോ? പൊറുതേടല്ലേ, എൻ്റെ നവാസിൻ്റെ കുട്ടിയല്ലേ അതിപ്പോൾ നമ്മളിനിപ്പോൾ വാശി പിടിച്ചണ്ട മോനെ. ഓരിഞ്ഞിപ്പോൾ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും ആ പ്രസവം കഴിഞ്ഞാൽ കുട്ടീനെ കയ്യിൽ കിട്ടുവെങ്കിലും നമുക്ക് കുറച്ച് കരുതേണ്ടി വരും. ഓല് എന്തൊക്കെ തന്നെ ആട്ടിയാലും ഉമ്മ, എൻ്റെ ഉമ്മയുടെ മനസ്സ് ഞാൻ സമ്മതിച്ചു. അത്രയധികം നമ്മളോട് അങ്ങനെയൊക്കെ അവർ പെരുമാറിയിട്ടും വീണ്ടും ഉമ്മക്ക് അവരെ കുറിച്ച് തന്നെയാണല്ലോ മോനെ. ഓല് അറിവില്ലായ്മ കൊണ്ട് എന്തേ കാട്ടിക്കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഏതായാലും എൻ്റെ നവാസിൻ്റെ മനസ്സ് വല്ലാതെ മടുത്തിട്ടുണ്ടോ. എൻ്റെ കുട്ടിക്ക് പഠിച്ചതിനൊന്നും തോന്നാൻ ഞാൻ മതിയായിരുന്നു. റബ്ബേ ഒന്ന് വിളിച്ചു നോക്കാണ് ഇമ്മാൻ്റെ കുട്ടി. ഉമ്മ അത് ഇപ്പോൾ വിളിക്കണോ? വിളിച്ച് നോക്കിക്കൊണ്ടുണ്ട്, ഞാൻ വിളിക്കാം. അപ്പോൾ തന്നെ ഉമ്മ അതാ നവാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പഠിച്ചോനെ ഫോണ് ബെല്ലടിക്കണമെന്നില്ലല്ലോ എൻ്റെ ഷമ്മാസെ. ഒന്ന് നോക്കിക്കാണി ഇമ്മാൻ്റെ കുട്ടി, ഒന്ന് നോക്കി. അപ്പോൾ തന്നെ ഷമ്മാസ് വിളിക്കുന്നു. ഇല്ല, താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയോ പരിധിക്ക് പുറത്തോ ആയിരിക്കും. ഉമ്മ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. പരിധിക്ക് പുറത്തോ എന്തൊക്കെയാവോ. നവാസി ഏകനായി അതാ ആ ഒരു കടൽ തീരത്ത് ഇരിക്കുകയാണ്. ഓരോ തിരമാലകളും അവനെ കളിയാക്കുന്നത് പോലെ അവന് തോന്നി. അതെ, താൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ആ പെണ്ണും നിന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പം രണ്ടാമതൊരു പെണ്ണിനെ വിവാഹം കഴിച്ചപ്പോൾ അവളും അങ്ങനെ തന്നെ. ഹോ, എന്താ റബ്ബേ, ഇത്രമാത്രം എന്ത് കുറ്റം ഞാൻ ചെയ്തത് റബ്ബേ. അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ സൗദിയുടെ അടുത്തേക്ക് പോകാതായത് അത്രക്കും മനസ്സിലെ സങ്കടം കൊണ്ട് തന്നെയാണ്. മനസ്സിലെ അത്രക്കും സങ്കടങ്ങളും വേദനയും നിറഞ്ഞിട്ട് തന്നെയാണ്. ഓൾ അത്രയ്ക്ക് ഞാൻ നോക്കിയിട്ടും ഓൾ എന്നെ പരിഗണിച്ചില്ലല്ലോ. ഞാൻ അവളോട് എത്ര പറഞ്ഞു, സൗദ നീ പോലെ സൗദ, 2 ആഴ്ച കഴിഞ്ഞിട്ട് നിനക്ക് കൊണ്ടാക്കാം. പക്ഷെ കേട്ടില്ല അവള്. സാരല്ല, എന്താ ചെയ്യുക. അവൾ അങ്ങനെ ചെയ്തത് നവാസിൻ്റെ മനസ്സിൽ വല്ലാതെ വേദന സൃഷ്ടിച്ചിരുന്നു. അത് പുറത്തേക്ക് അവൻ പറയുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വേദനയായിരുന്നു, എരിച്ചിലായിരുന്നു. അത് ഒരു കനലെരിയാണ്. കാരണം ഓളെ ഞാൻ അത്രക്കും സ്നേഹിച്ചു. ഓൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. എന്തിന്? എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയോളം അവർക്ക് വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. പക്ഷേ അവർ ഇപ്പോൾ മറ്റൊരുത്തനെ കൂട്ടുപിടിച്ച് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞാനിപ്പോൾ ആരാ? ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തത് ഒന്നിനൊരു പ്രതിഫലം കാക്ഷിച്ചിട്ടല്ല. ഒന്നും വേണ്ട എനിക്ക്. എൻ്റെ ഭാര്യയല്ലേ, അവളോടൊക്കെ എന്ത്? അവൾക്ക് അവരുടെ വീട്ടുകാർക്കും എല്ലാ സുഖവും സൗകര്യങ്ങളും എല്ലാം ഞാൻ നേടിക്കൊടുത്തു. അതിനുള്ള ക്യാഷ് മൊത്തം ഞാൻ കൊടുത്തു. പക്ഷേ ഒരു നന്ദി ഒന്നും വേണ്ട. എന്നോടൊന്ന് ഇനിയിപ്പോൾ ഞാൻ ചെന്നില്ലെങ്കിലും അവൾ അങ്ങനെ പോകാൻ പാടുണ്ടോ? അവൻ്റെ കൂടെ അവൾ ഇറങ്ങി തിരിക്കാൻ പാടുണ്ടോ? എന്തൊരു പ്രഭേ, ഞാൻ എന്തിനാ ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? അതെ, കുറച്ച് വിട്ടു നിൽക്കട്ടെ. അന്ന് നവാസ് വീട്ടിലേക്ക് പോയില്ല. അതെ, ഫസീല വിചാരിച്ചു സൗദയുടെ അടുത്തേക്ക് പോയതാണെന്ന്. എന്നാൽ ഉമ്മയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്താ പോനെ കിട്ടാത്തത്? എന്താ ഇപ്പോൾ സ്വിച്ച് ഓഫ്? മോനെ ഷാമോനെ. എന്തോ ഉമ്മ? അത് ഇനിയിപ്പോൾ ചാർജ് കണ്ട് കുത്തി വെച്ചിട്ടില്ല, എന്താവോ. എനിക്കിപ്പോൾ പഴയ പോലെ ഇക്കാൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും തോന്നുന്നില്ല. കാരണം ഫസീലത്തി ഉണ്ടല്ലോ, ഫസീലത്തി മക്കൾ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനമുണ്ട്. കാരണം ആദ്യത്തെ പോലെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനായിട്ട് ഉമ്മ അവർ വീട്ടിലുണ്ടാവുമായിരിക്കും. പക്ഷേ പെറ്റുമ്മയല്ലേ, ഉമ്മാക്ക് സമാധാനമില്ല. എൻ്റെ നവാസ്. ഉമ്മ എന്തോ ഉമ്മ? എൻ്റെ പൊന്നാര മോനെ, എനിക്കൊരു ഫസീലാക്കൊന്ന് വിളിച്ച് നോക്കുന്നാൽ. ഉമ്മ ചിലപ്പോൾ അവർ അവിടെ ബെഡ്റൂമിലൊക്കെ ആയിരിക്കും. നമ്മൾ ഈ സമയത്ത് വിളിക്കുമ്പോഴേ 10 മണി 10:30 ആയിക്കണ്. വിളിക്കുമ്പോൾ അവർക്ക് ശല്യമാവില്ല ഉമ്മ? അല്ലേ, എൻ്റെ കുട്ടീൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലോ റബ്ബേ.
അതെ, ആ ഉമ്മാക്ക് സമാധാനമുണ്ടായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട മകനെ ആലോചിച്ചുകൊണ്ട്. എൻ്റെ ഉമ്മ ഈ സമയത്താകുമ്പോഴേ നമ്മൾ വിളിക്കുന്നത് അത് മോശമല്ലേ? എങ്ങോട്ട് പോകാനാ നവാസ്ക? എൻ്റെ കുട്ടി എവിടെയെന്നാവോ? എല്ലാം കൂടി കേട്ടിട്ടേ ഓൻ ഇടങ്ങാറായിട്ടുണ്ടാവും. എല്ലാം കൂടി ഇത് ഓൻ്റെ തലയിലല്ലേ? എൻ്റെ റബ്ബേ, ഏതായാലും പഠിച്ചോ റഹ്മാനെ, ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു. ഉമ്മ, നവാസ്കിയെ വേണ്ടാത്തൊരു പോണി പോട്ടുമ്മ. നമ്മൾ പിന്നെ അവരെക്കുറിച്ച് ചിന്തിക്കണ്ട. അവർക്ക് നവാസ്കാന് താല്പര്യമില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പിന്നെ അവരവരുടെ ഇഷ്ടത്തിനാണ് പോയിക്കോട്ടെ. നമ്മൾ അവരുടെ പിന്നാലെ നടക്കും വേണ്ട. പക്ഷേ ആ ഉമ്മയുടെ മനസ്സിൽ അതെ, അതൊരു പെറ്റുമ്മയാണ്. മോനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും വല്ലാത്ത വിഷമുണ്ട്. മോനെ, എനിക്ക് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ നുസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇപ്പോൾ സൗദിൻ്റെ കാര്യത്തിലാണ്. എന്നാലും എൻ്റെ നവാസ് ഒന്നുകൂടി വിളിച്ചു നോക്കണേ ഉമ്മാൻ്റെ കുട്ടി. എന്നാ ഫസീലാൻ്റെ നമ്പർ ഒന്ന് നോക്കി കാട്ടിക്കാണേ കുഞ്ഞെ. ഉമ്മ, അത് എൻ്റെ അടുത്തില്ല ആ നമ്പർ. പിന്നെ നുസിൻ്റെ അടുത്തുണ്ടോ അറിയില്ല. എൻ്റെ ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇക്ക വീട്ടിലുണ്ടാവും. ഉമ്മ കിടന്നോളി. ഉമ്മ ഇനി ഇങ്ങനെ ഉറക്കം വെച്ച് നിന്നിട്ടേ പ്രഷറൊന്നും കൂട്ടാൻ നിൽക്കണ്ട, അവിടെ കിടന്നോളി. ഷമ്മാസ് ഉമ്മയുടെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. മോനെ, എനിക്ക് സമാധാനമില്ലടാ, നമുക്കൊന്ന് പോയി വയ്ക്കാലോ. എൻ്റെ പൊന്നാരുമ്മ. നവാസ്ക സ്വിച്ച് ഓഫ് ആണെന്ന് കരുതിയിട്ട് എന്നാ വേണ്ട, ഒന്ന് വിളിച്ചു നോക്കാം. പക്ഷേ കുഞ്ഞുവിൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു പോയിക്കൊള്ളാം കേട്ടോ. അപ്പോൾ തന്നെ അതാ ഷമ്മാസ് വിളിക്കുന്നു. കുഞ്ഞുവിൻ്റെ ഫോണിലേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ. ആ ആ ഷാമോൻക്ക, എന്തേ വിളിച്ചത്? അല്ല, അളിയൻ നവാസ് അവിടെ ഉണ്ടോ? നവാസ്കയോ? ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ മുകളിലുള്ള റൂമിലാണ്. ഞാൻ ഷോപ്പിൽ നിന്ന് വന്നിട്ട് പിന്നെ ഫുഡൊന്ന് പുറത്തുനിന്ന് ഇരുന്ന് കഴിച്ചത്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇത്ത ഫസീലത്ത റൂമിൻ്റെ വാതിലടിച്ചിരുന്നു. ആ എന്താ മോനെ, എന്താടാ? ഇത്ത, അല്ല നവാസ്ക എവിടെ? നവാസ്ക വേണമെങ്കിലെടാ ഇന്ന് മറ്റൊരു അടുത്തേക്ക് പോയിട്ടുണ്ടാവും, സൗദത്താൻ്റെ അടുത്തേക്ക്. ഓ അങ്ങനെ അല്ലേ, ആയിക്കോട്ടെ എന്നാൽ ശരി. അല്ല ഒന്നുമില്ല. അപ്പോൾ തന്നെ ഷമ്മാസിനോട് വിളിച്ച് കാര്യം പറഞ്ഞു. അതെ നവാസ്ക ഇന്ന് മറ്റേ സൗദത്തല്ലേ, അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആണോ? ശരിക്കും? ഷമ്മാസ് ഞെട്ടിപ്പോയി. അങ്ങനെ പറഞ്ഞോ? ഇത്ത പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ. ഉമ്മ, സമാധാനമായല്ലോ. എന്തേടാ? നവാസ്ക സൗദിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അത്രേ. പഠിച്ചോനെ, സത്യമായിട്ടും? ആ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു. മോനെ, കാര്യത്തിൽ തന്നെയാടാ? അതെ ഉമ്മ, അങ്ങനെ പറഞ്ഞു വരുന്നത്. ഫസീലത്തിയോട് ചോദിച്ചിട്ട് പറഞ്ഞു. പഠിച്ചോനെ, അല്ലാ നന്നായി വരട്ടെ. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി ഓൻ്റെതല്ലേ, അങ്ങനെങ്കിലും പരിഗണന ഉണ്ടായിട്ട്. അന്ന് ആയുഷമ്മക്ക് സമാധാനമായി. എൻ്റെ റബ്ബേ, ഇനി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങട്ടെ. ഇതിങ്ങനെ ഓരോന്ന് തെറ്റിപ്പിരിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്ത മനസ്സൊക്കൊരു സങ്കടം ഇടങ്ങാറുണ്ട്. അങ്ങനെ തന്നെ നന്നാണ്ടിയത്. ഞാൻ ഓനോട് പറഞ്ഞൊക്കെ എൻ്റെ പൊന്നാര മോനൊന്ന് വിട്ടുവീഴ്ച ചെയ്താളേ. കാരണം ഓലങ്ങനെ കാട്ടി വിചാരിച്ച് കാരണം നമ്മളങ്ങനെ വാശി പിടിച്ചിട്ടല്ല, താന്നോടത്തല്ലേ വെള്ളം നിൽക്കുള്ളൂ. എപ്പോഴും ഞാൻ ഓനോട് പറഞ്ഞേക്കണം, നമ്മളെപ്പോഴും ക്ഷമിച്ച് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ വാശി പിടിക്കരുതേ. എന്തൊക്കെ തന്നെ എത്രയും വലിയ പ്രശ്നങ്ങൾ ക്ഷമ കൊണ്ട് ഇല്ലാതെക്കണ്. 2 കൈയും കൂട്ടിയടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തൊക്കെ തന്നെ കാട്ടിയാലും നമ്മൾ ക്ഷമിക്കുക. എല്ലാം പടച്ച റബ്ബിൽ ഏൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഓനെല്ലാം കാണുന്നുണ്ടല്ലോ. പഠിച്ചോൻ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കുക റബ്ബേ. ഏതായാലും ഓളെ സ്വഭാവം നീ നന്നാക്ക് പഠിച്ചോനെ. ആയുഷുമ്മ അന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ അതാ കിടന്നുറങ്ങുന്നു. അല്ലാ റാഹത്തായി പഠിച്ചോനെ. മനസ്സൊക്കെ ഒരു ഇടങ്ങാറായിരുന്നു എല്ലാം കൂടി ആയിട്ട്. അല്ലാ പഠിച്ചോനെ. റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയിഷുമ്മ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.